നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാൻഡിങ്ങിന് പിന്നാലെ വിമാനത്തിനുള്ളിൽ നിന്നും രൂക്ഷഗന്ധം. എവിടെ നിന്നാണ് ഈ രൂക്ഷഗന്ധം വരുന്നത് എന്ന് അധികൃതർ പരിശോധിച്ചപ്പോൾ, വിമാന ജീവനക്കാർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ മൃതദേഹം കണ്ടെത്തി. അസ്വാഭാവിക മണത്തിന്റെ ഉറവിടം കണ്ടെത്തിയ ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയി. ചൊവ്വാഴ്ച രാത്രി അമേരിക്കയിലെ ഫോർട്ട് ലോഡർഡെയിൽ ഹോളിവുഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിമാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 മൃതദേഹങ്ങൾ ലാൻഡിംഗ് ഗിയറിൽ കണ്ടെത്തിയത്. ന്യൂയോർക്കിൽ നിന്നുള്ള ജെറ്റ് ബ്ലൂ വിമാനത്തിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന്റെ ടയറുകൾ തിരിച്ചെത്തുന്ന വീൽ വെല്ലിലാണ് മൃതദേഹം കണ്ടത്. മരിച്ചയാളുകൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇവർ എങ്ങനെയാണ് വിമാനത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഗേറ്റ് ടെക്നീഷ്യൻ ലാൻഡിംഗ് ഗിയർ ഭാഗത്ത് ആളുകളെ കണ്ടു എന്ന ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു. മൃതദേഹങ്ങൾ ബോവാർഡ് കൗണ്ടി മെഡിക്കൽ എക്സാമിനർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ മരണകാരണം കണ്ടെത്താനാകുമെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിമാന കമ്പനി ജീവനക്കാർക്കോ ക്രൂ അംഗങ്ങൾക്കോ സംഭവത്തിൽ ബന്ധമുള്ളതായി സംശയിക്കുന്നില്ല എന്നാണ് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചത്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ന്യൂയോർക്ക് വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടില്ല. ജെറ്റ് ബ്ലൂ എയർലൈനിന്റെ എയർബസ് A320 എന്ന ഈ ഒരു വിമാന സർവീസ് എല്ലാ തിങ്കളാഴ്ചകളുമാണ് നടത്തുന്നത്. ജമൈക്കയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ന്യൂയോർക്കിലേക്കും അവിടെ നിന്ന് സാൾട്ട് ലേക്ക് സിറ്റിയിലേക്കും പിന്നീട് ഹോളിവുഡിലേക്കും എത്തും. 2 ആഴ്ച മുൻപ് മാവിയിൽ നിന്ന് ചിക്കാഗോയിലേക്ക് എത്തി യുണൈറ്റഡ് എയർലൈനിന്റെ ലാൻഡിംഗ് ഗിയർ മേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയ സംഭവം നേരത്തെയും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 2011 പുറത്തു വന്ന ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലാൻഡിംഗ് ഗിയറിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതിൽ 80% ആളുകളും മരണപ്പെടാറാണ് ചെയ്യുന്നത് എന്നാണ്. എന്തായാലും അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടാണോ, എന്താണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത്, ഇവർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ലോകത്തെ ഒന്നടങ്കം നടക്കുന്ന ഒരു വാർത്ത ഇത് മാറിയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. പ്രമുഖ വിനോദസഞ്ചാര മേഖലയിൽ ജലവിമാനം തകർന്ന് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ റോട്ട് നെസ്റ്റ് ദ്വീപിലാണ് അപകടമുണ്ടായത്. 7 പേർ ജലവിമാനത്തിൽ ഉണ്ടായിരുന്നു. സെസ്ന 208 കാരവാൻ 675 ജലവിമാനമായിരുന്നു ഇത്തരത്തിൽ തകർന്നു വീണത്. താഴ്ന്നു പറക്കുകയായിരുന്നു വിമാനം. ഇതിനിടയിൽ ചുണ്ണാമ്പ് കല്ലിൽ ഇടിച്ച് ജലവിമാനം കടലിലേക്ക് കൂപ്പുകുത്തി. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ഈ അപകടമുണ്ടായത്. പെർത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു വിമാനം. അപ്പോഴാണ് അപകടമുണ്ടായത്. ഫിലിപ്പ് റോക്ക് എന്ന പാറക്കെട്ടിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. 7 പേരുമായി തോംസൺ മേയ്ക്ക് സമീപത്തായി ജലവിമാനം മുങ്ങി. പൈലറ്റ് അടക്കമുള്ളവർ മുങ്ങിപ്പോയി. ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വിമാനത്തിൽ ഉണ്ടായിരുന്നു. പെർത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. ജലോപരിതലത്തിൽ നിന്ന് 26 അടിയിലേറെ താഴ്ചയിൽ അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തകർ മുങ്ങിപ്പോയവരെ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.